പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ വരുവാൻ തൊക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം എന്നെ കാണുന്ന എല്ലാ കർത്താവിന്റെ മക്കളെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമ്മളെല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ചിന്തയ്ക്ക് നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 1-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 30. അവനെ ക്രിസ്തുവിശേഷിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഒന്നുകൂടെ വായിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് ആയിത്തീർന്നു. സ്തോത്രം. നമുക്ക് ഈ ലേഖനത്തിന്റെ എല്ലാ പശ്ചാത്തലവും അറിയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യസഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിന്റെ അതിന്റെ കാരണം അറിയാം. നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു പശ്ചാത്തലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അദ്ദേഹം ഇത് എഴുതുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. അർത്ഥം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. അതോടൊപ്പം തന്നെ ഇത് എന്താ ഈ അപ്പോസ്തലൻ വ്യക്തമാക്കിയ കാര്യം എന്താണ് ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ പുതിയ വിശ്വാസിക്ക് വേണ്ടത് അനുഭവിക്കാൻ കഴിയാത്തത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ. ഒന്നാമത്തെ കാര്യം ഇതിന്റെ അർത്ഥം എന്താണ്, അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം നമുക്കൊരു പുതിയ വിശ്വാസിക്ക് പലർക്കും വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. അർത്ഥം ഇതേ ഉള്ളൂ. അതായത് ക്രിസ്തുവിനെ അംഗീകരിച്ച അല്ലെങ്കിൽ ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച ഒരു പുതിയ വിശ്വാസിക്ക് ഹല്ലേലൂയ ക്രിസ്തുവേശു ആ വിശ്വാസിയുടെ ജ്ഞാനമാണ്, ആ വിശ്വാസിക്ക് നീതിയാണ്, ആ വിശ്വാസിക്ക് വിശുദ്ധിയാണ്, ആ വിശ്വാസിക്ക് വീണ്ടെടുപ്പാണ്. ഈ 4 കാര്യങ്ങൾ. അല്ലാതെ അത് വേറെ ഒരു പറയാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ക്രിസ്തു ജ്ഞാനം ആവശ്യമുള്ള സമയത്ത് ജ്ഞാനമാകുന്നു, ജ്ഞാനം തരുന്നു. നീതി ആവശ്യമുള്ള സമയത്ത് നീതി തരുന്നു. വിശുദ്ധി ആവശ്യമുള്ള സമയത്ത് വിശുദ്ധി തരുന്നു. അല്ലെങ്കിൽ വീണ്ടെടുപ്പ് ആവശ്യമുള്ള സമയത്ത് വീണ്ടെടുപ്പ് തരുന്നു എന്നുള്ള കൺസെപ്റ്റ് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരിക്കലും അങ്ങനെയല്ല. ക്രിസ്തു നമ്മുടെ നീതിയാണ്, ക്രിസ്തു നമ്മുടെ ജ്ഞാനമാണ്, ക്രിസ്തു നമ്മുടെ വിശുദ്ധിയാണ്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പാണ്. ഇത് 4 കാര്യം വ്യക്തമായി അപ്പോസ്തലനോട് പറയുന്നുണ്ട്. അതായത് ഇതെല്ലാം ക്രിസ്തുവാണ്, ഇതെല്ലാം ക്രിസ്തു തരുന്നല്ല, ഇതെല്ലാം ക്രിസ്തുവാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അപ്പോസ്തലനോട് ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന ഒരു പുതിയ വിശ്വാസിക്ക് ഇത് വേണ്ട വിധത്തിൽ എന്തുകൊണ്ട് ഈ നന്മകൾ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ചോദ്യമാണ്. അത് സ്വാഭാവികമാണ്. നമുക്കെല്ലാം ഈ ചോദ്യമുണ്ട്. കർത്താവെ, ഇതെല്ലാമായ അങ്ങനിൽ വസിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത് വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയാത്തത്? ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ 4 കാര്യങ്ങളിലോ നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന നമ്മുടെ ആത്മമനുഷ്യനിലാണ്, ഒരിക്കലും ജഡമനുഷ്യനിലല്ല. ഈ ക്രിസ്തു നീതിയായി, ക്രിസ്തു ജ്ഞാനമായി, ക്രിസ്തു വിശുദ്ധിയായി, ക്രിസ്തു വീണ്ടെടുപ്പായി ഇത് വെളിപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മമനുഷ്യനിലാണ്. ദൈവത്തിന്റെ ആത്മാവാകുന്ന ദൈവവുമായി, പരിശുദ്ധാത്മാവുമായി ദൈവത്തിന് മനുഷ്യന് അലൈൻമെന്റ് കിട്ടിയിരിക്കുന്നത് മനുഷ്യന്റെ ആത്മാവുമായിട്ടാണ്. അതായത് ദൈവവും മനുഷ്യനോട് ബന്ധപ്പെടുന്നത് ആത്മാമുഖേനയാണ്, ഒരിക്കലും ജഡത്തിലല്ല. അങ്ങനെയെങ്കിൽ ഈ സ്വർഗത്തിലെ മനോഹരങ്ങളായ 4 നിധിശേഖരങ്ങളായി യേശുക്രിസ്തു നമ്മൾ വസിക്കുന്ന നമ്മുടെ ആത്മമനുഷ്യനിലാണ്, നമ്മുടെ അകത്തെ മനുഷ്യനിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ അകത്തെ മനുഷ്യനിൽ കിട്ടിയിരിക്കുന്ന ഈ നിധിശേഖരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം. അതായത് നമ്മുടെ ആത്മാവിൽ നിഷ്ഠമായിരിക്കുന്ന ഈ 4 വലിയ നിധിശേഖരങ്ങൾ, നീതി, വിശുദ്ധി, വീണ്ടെടുപ്പ്, ജ്ഞാനം, ഈ 4മായി ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിലും ഇതിന്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ഈ ആത്മമനുഷ്യനെ, ഹല്ലേലൂയ, ആത്മമനുഷ്യന്റെ ഇഷ്ടങ്ങളെ അകത്തെ അതേപോലെ ഫോളോ ചെയ്താൽ മാത്രമേ ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. സ്തോത്രം. അതായത് ആത്മാവിൽ വെച്ചിരിക്കുന്നതായ, അകത്തെ മനുഷ്യൻ വെച്ചിരിക്കുന്നതായ ഈ 4 നന്മകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ, അതായത് ദൈവം വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മുടെ ആത്മമനുഷ്യന്റെ ഇച്ഛകളെ, ആത്മമനുഷ്യന്റെ ഇച്ഛകളെ നമ്മുടെ സോളും നമ്മുടെ ജഡവും അതേപോലെ ആത്മാവ് നയിക്കുന്നത് പോലെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് ഈ നന്മകളെ വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ കഴിയുകയില്ല.
ഹല്ലേലൂയ. സ്തോത്രം. ബിക്കോസ് നമ്മുടെ ജഡത്തിന് മുന്നെടുപ്പ് നടന്നിട്ടില്ല, നമ്മുടെ ആത്മാവിന് മുന്നെടുപ്പ് മാത്രം നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മാവിലേക്ക് ദൈവം വെച്ചിട്ടുള്ളതായ ഈ 4 നന്മകളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയും നമ്മുടെ സോളും നമ്മുടെ സ്പിരിറ്റിനെ ഹല്ലേലൂയ അനുസരിച്ചാൽ മാത്രമേ, എഫെസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ, ഹല്ലേലൂയ സ്തോത്രം, ജഡത്തിന്റെ പ്രവൃത്തികൾ ആത്മവിരോധമായിരിക്കുന്നു, ആത്മാവിലക്ഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു പറയുന്നത് പോലെ നമ്മുടെ ആത്മമനുഷ്യനെ നമ്മുടെ ജഡവും നമ്മുടെ സോളും അനുസരിച്ചാൽ മാത്രമേ, ആത്മാവ് ആഗ്രഹിക്കുന്ന പോലെ ആത്മാവിൽ നടക്കുവാൻ നമ്മൾ കഴിഞ്ഞാൽ മാത്രമേ, ഹല്ലേലൂയ, നമ്മളെ, നമ്മുടെ ഈ നന്മകൾ വെച്ചിരിക്കുന്ന നന്മകളെ, ക്രിസ്തു എന്തെല്ലാമായി നമ്മൾ വസിക്കുന്നുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വെളിപ്പെട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിതിനെ പ്രാപിപ്പാൻ കഴിയുകയേയില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്കതിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് നയിക്കുന്ന പോലെ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കുന്ന പോലെ, ഞങ്ങളുടെ സ്പിരിറ്റ്, ഹല്ലേലൂയ, ആത്മമനുഷ്യനെ ഉണർത്തുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ആത്മാവ് ഞങ്ങളെ നയിക്കുന്ന പോലെ ഞങ്ങളുടെ ജഡവും ഞങ്ങളുടെ സോളും, ഹല്ലേലൂയ, മുന്നോട്ട് നീങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥന, ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഉണ്ടാകട്ടെ ഈ ദിവസങ്ങൾ. അതിനായി ദൈവം നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥന ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമ്മളെ വാക്കുകൾ ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്റ്റോപ്പ്.